മങ്കി ടെമ്പിൾ നടന്നു പോകണമെങ്കിൽ ഇതുവഴി നടന്നു പോകണം, അല്ലെങ്കിൽ 9-8 കിലോമീറ്റർ കറങ്ങി പോകണം. നല്ല പൈസ. നമ്മൾ നടന്നു പോകാൻ വിചാരിച്ചിൻ്റെ മണ്ടേ വരെ കയറണം. കത്തെന്നാന്ന് തോന്നുന്നു. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. 2 വളവേ ഉള്ളൂ. സുഖമാണ്. കാറുണ്ടെങ്കിൽ കാറ് വരാം, ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോയിൽ വരാം. മെയിൻ സീൻ ഈ റോഡിൽ ഫുൾ സാധനങ്ങൾ കിടപ്പുണ്ട്. സിനിയുണ്ട്, നല്ല ദൂരം തന്നെ ഉണ്ട്. അവിടെ ആള് കുരങ്ങനെ ഫുഡ് കൊടുക്കുന്നു. 2 ഈ കുരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കാൻ ആരുമില്ല. ഇതിലെ കൈ നീണ്ടി നോക്കുക, ഫുഡ് തരാമല്ലോ. കുരങ്ങനെ നയിച്ചു. ഗിഫ്റ്റ് തരാമോ ബ്രോ? ബ്രോ കൂടെ ഇരുന്നോട്ടെ ബ്രോ. ബ്രോ ലിഫ്റ്റ് തരുമോ? ഇങ്ങനെ അമ്പലമാണ്. കയറുന്ന വഴി നൈസ്, അടിപൊളി വ്യൂ. കയറി വരുമ്പോൾ ഒരു അമ്പലം, സൂര്യൻ്റെ അമ്പലം. വ്യൂ രക്ഷയില്ല, അടിപൊളി വ്യൂ. ഇപ്പുറത്തെ സൈഡിൽ എന്തുവാ? ഇപ്പുറത്തെ സൈഡിലും വ്യൂ. സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ട് പോകാൻ. അങ്ങനെ സ്റ്റെപ്പ് ഇരിക്കാം. നമ്മൾ ഓപ്പോസിറ്റ് വഴിയാണ് ഇറങ്ങി വരുന്നത്. നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലം. കരയുന്നു പാവം. കല്ല് മേളിലോട്ട് വയ്ക്കുന്നതെന്ന് അറിയാമോ? കാണിച്ചു കൊടുക്കരുത്. കാണിച്ചു കൊടുന്നു. 7 കല്ല് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ഇവിടെ നമ്മുടെ കാട്ടിലേക്ക് തൊട്ടിലേറ്റ് പ്രാർത്ഥിക്കുന്നൊക്കെ പറയത്തില്ലേ? 7 കല്ല് വെച്ചിട്ട് വീടിന്. അപ്പൊ ഇയാള് കൊറേ ഫ്ലാറ്റ് ആണോ പണിയുന്നത്? ഇത് ഫ്ലാറ്റിന് വേണ്ടിയായിരിക്കും. ഇത് പക്ഷെ എല്ലാം 4-5 കല്ല്. ബാക്കിയെല്ലാം താഴെ വീണ് പോയി കാണും. എടാ നമ്മളല്ലേ. അയ്യോ 1 2 5 3 1 2 3 4 5 6 ഉള്ളു. 7 ഒരെണ്ണം താഴെ വീണ്. അപ്പൊ വലിയ കല്ല് വെച്ച വലിയ വീട് കിട്ടുമോ? അത് അവരുടെ ചോദിക്കാം. മീനുണ്ടോ അതിൻ്റെ അകത്ത്? നല്ല നാറ്റമുണ്ട് എന്തായാലും. എന്തുവായിരുന്നു? ബിദിലും ബിദിലിൻ്റെ കുടുംബക്കാരും ബിദിലും ബിദിലിൻ്റെ കൂട്ടുകാരും. കുളമുണ്ട്, കുളത്തിൻ്റെ അകത്ത് വലിയ മീൻ. ഉണ്ടോ? വലിയ മീനുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ സ്ഥലം ഇതോളാം. ആ പശുവിൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്ന അതൊക്കെ ഉണ്ടോ? വലിയ വലിയ മീൻ. നോക്കണ്ട, അവർക്ക് വലിയ വലിയ മീൻ. നമ്മൾ കണ്ട വെള്ളച്ചാട്ടം. മീന് നമ്മൾ WWE കണ്ടോണ്ടിരിക്കുന്ന അടി 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 ഒരടി. അടിച്ച് താഴെ വന്ന ഇവിടെ പശുവിന് സാധനം ഇട്ട് കൊടുക്കാം. 20 വേണ്ട? 10 ക്യാഷ് ഉണ്ടോ? എടുത്തോ, കൊടുത്തോ. ജിതിൻ നമ്മൾ 3 പേരും കൂടെ പശുവിന് ഫുഡ് കൊടുത്ത്. ഞാൻ കൊടുത്തിട്ടില്ലേ? അവൻ കൊടുത്തില്ല, അവൻ ക്രൂരൻ. പശുവിന് ഒരു നേരത്തെ ഫുഡ് കൊടുത്തു പശുവിന്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ട് സത്യം. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും പശുവിന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കും.
ലാഭം നോക്ക്. പശുവിനില്ലേ അതൊരു 10 ദിവസം കാണും ഫുഡ് കണ്ടിട്ട്, അങ്ങനെയാണ് അത് തിന്ന്. അല്ല, പശു എന്തായാലും ഫുഡ് കൊടുക്കണം. ആ ഫുഡ് കൊടുക്കുന്നതിന് പൈസ. ലാബീഷ് ഞാൻ ഇതിലാണ് വണ്ടി കൊടുത്തു താഴെന്ന് വന്നാൽ പിന്നെ ഓട്ടോ കയറാതെ രക്ഷയില്ല. ഇവർ പറയണ പൈസ കൊടുക്കേണ്ടി വരും മെയിൻ റോഡിൽ പോകാൻ. 150 രൂപ പറയാം മെയിൻ റോഡ് വരെ പോകാൻ. താഴെ ഇറങ്ങി ഇവന്മാർ പറയണ പൈസക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. നല്ല പൈസ കിട്ടും തിരിച്ചു പോകുമ്പോൾ. ടി പാലസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് രാമേശ്വരം കഫേ കഫേയാണ്. രാമേശ്വരം അടിപൊളി സ്ഥലമാണ്. ഇവിടെ ജമശപ്പേടൊക്കെ ഉണ്ട്. ഉറങ്ങാണ്. അടിപൊളി കഫേ, ഈസ്തറ്റിക് കഫേ. ഇവിടെ ഇതുണ്ട് നൈസ് കഫേ. അഫോർഡബിൾ ആണോ ചോദിച്ചാൽ കുഴപ്പമില്ല. എടാ മെനു വാങ്ങിച്ചാടാ. ഞാൻ മെനു പോസ്റ്റ് ചെയ്ത് കണ്ടോ. അടിപൊളി കണ്ടോ. ബാ 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 ബാ. എന്തുവാ എന്താ ഇത് മോൻ കൊണ്ടാണോ വ്ളോഗ് കണ്ട തനി സ്വഭാവ വ്ളോഗ് എന്ന്. എങ്ങനെയുണ്ട് റിവ്യൂ? നിങ്ങൾ രാജസ്ഥാനിൽ വന്ന ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു ഫ്രൈഡ് റൈസ് ഉണ്ട് മോനെ. കിഡിലെ സാധനം. 100 രൂപയ്ക്ക് വേർത്ത് ചോല പറ്റും. ഇത് കുഴപ്പമില്ല. ഈ ഫ്രൈഡ് റൈസ് ഇതിൻ്റെ പൊന്നി സീൻ സാധനം. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉള്ളിയുണ്ട്, ഇതെന്തോ പൊട്ടറ്റോ ഉണ്ട്, ചോറുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. അടിപൊളി സാധനം. എൻ്റെ എങ്ങനെ ഉണ്ട് പിന്നെ? എടാ എനിക്കൊന്ന് ഈ പട്ടിക്ക് ഉണ്ടാക്കുന്ന സാധനം കുക്കറിലിരുന്ന സാധനം എടുത്ത് തന്നാന്ന് തോന്നുന്നു. എന്നാലും കൊള്ളാം സത്യം. എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ പീസെങ്കിലും ഉണ്ട് പട്ടിക്ക്. ട്രൈ ചെയ്തിട്ടുണ്ടോ നിന്റെ വീട്ടിൽ പട്ടിക്ക്? കിടില ഫുഡ്. ഇത് ട്രൈ ചെയ്യേണ്ട എവിടെയെന്ന് വെച്ചാൽ രാമേശ്വരം പാലസ് ഹോട്ടൽ ആൻഡ് കഫേ. സിറ്റി പാലസ്. പാലസ് എന്നല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇതാണ് മഞ്ഞൾ ചോറ്. നമ്മളടുത്ത ജെൻഡർ മെന്ററിൽ വന്നു. ഇവിടെ ഇതാണ് ഇത് വെച്ചാണ് എന്തോ നടക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ആണ്. ആൾട്ടിറ്റ്യൂഡ് അല്ല മോനെ, ഓൾട്ടിറ്റ്യൂഡ്. ഇതാണ് ഡോറ്. ഇന്റർപ്രിട്ടേഷൻ സെന്റർ. ഇവിടെ ആണെങ്കിൽ നമ്മളെ ഫിസിക്സ് ആണ്. ആ സാറിൻ്റെ പേര് സ്ക്രൂ ഗേജ് വെച്ചാണ് സാധനങ്ങൾ നടക്കുന്നത്. അത് കപ്പാലി എൻട്രാസ് ആണ് ബ്രോ. ബ്രോ ഈസ് ഇൻ അനദർ മോഡ്. ഇവിടെ AC ഉണ്ട്. എന്തായാലും ഒന്നും കൂടെ പറയാം പ്ലീസ്. ഇതിലിടയ്ക്ക് എന്തോ ഇടയ്ക്ക് സെക്സിസ്റ്റ് കമന്റുകൾ ഇതിൽ പറയുകയാണ്. സത്യം പറഞ്ഞ എന്തുവാണ് ഇങ്ങനെ? അവിടെ എല്ലാവർക്കും അവരവരുടെ ഫ്രീഡം ഉണ്ട്, മനസ്സിലായ? എൻട്രി ആണ്. അങ്ങനെ കുൽഫി കഴിക്കുക. അവിടെ മലായ് കുൽഫി ഇടും. മലായ് കുൽഫി 3 മലായ് കുൽഫി. 3 എണ്ണത്തിന് ഓരോന്ന്. നീതു നീതു കൊട്ടാരം ഇതൊക്കെ കണ്ട് നമ്മൾ സിനിമ കാണാൻ പോകും. എങ്ങനെയുണ്ട്? തമിഴ് സിനിമ ആണ്. നമ്മളെ അഭ്യർത്ഥന പ്രമാണിച്ച് വരുന്ന കൂലിയ വിജയകാരൻ്റെ കൊട്ട ഫാൻ.
നമ്മള് ഐനോക്സ് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് കൂലി കാണാൻ കയറി. എങ്ങനെയുണ്ട് ഇതിൽ അഭിപ്രായം? അടിപൊളി. ഇന്റർവ്യൂലായി, പക്ഷേ ഒരു ഓക്കെ. ഇതിന് നിന്റെ റിവ്യൂ പറ. കൂലി എങ്ങനെയുണ്ട്? പറ എന്തേലും പറ. ഇഷ്ടപ്പെട്ടു? 150 രൂപ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. അല്ലേ 150 രൂപ കണ്ടോണ്ടിരിക്കുക. അപ്പൊ അതിലെന്താണ് വിഘ്നേഷിന് ഉദ്ദേശിച്ചത്? എൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ രജനീകാന്ത്, അത് എന്തിനോ വേണ്ടി പുതിയതായിട്ട് ഇറക്കി വരുന്നുണ്ട് ആ സെയിം സ്വാഗ് വെച്ച്. പക്ഷെ ഇപ്പം ആ സ്വാഗ് എല്ലാവരും കണ്ട് വന്നുകൊണ്ട് അതൊരു ഗും വരുന്നില്ല. പണ്ടത്തെ സെയിം സ്വാഗ് അത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഗുമ്മില്ല. അങ്ങനെ നമ്മളെ കൂലി കണ്ടിറങ്ങി. എന്താ ചെയ്യുന്ന അഭിപ്രായം? കാണരുത്. ഇത് നിന്റെ എന്തോ പറ ഇഷ്ടപ്പെടില്ല. തമിഴ് ഏത് ഒരു സീന് പിന്നെ മാസ്, വീണ്ടും കോമഡി സീൻ, പിന്നെ മാസ് സത്യം. ഹീറോ അനങ്ങുന്നതിന് പാട്ട്, തിരിയുന്നതിന് പാട്ട്, എല്ലാത്തിനും പാട്ട്. എനിക്ക് ആകെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയില്. ആകെ ഒരു ആഗ്രഹം, രജനി സാറിനെ കൊന്നുകൊണ്ടായിരുന്നു. എനിക്ക് സിനിമ എന്താ പറയാ, ഈ ലൂസിഫ് അല്ല ഇതൊന്ന്, ഈ കൂലി കണ്ട നമ്മളെന്താ ജയിലർ കാണണ്ട, എമ്പുരാൻ കണ്ട, ഒന്നും കണ്ട, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുവന്ന് KFC കയറ്റി തന്ന് 300 രൂപ പോയി. അതെ, ഫോർ മോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോണ്ടാക്ടേഴ്സ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നത് ഇത്യാദി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. 3 ദിവസം കൊണ്ട് 5000 രൂപ തീർന്ന്. ഏതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി? ആർക്ക് ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം വേണോ നമ്മളടുത്ത് വന്നാൽ നമ്മളെ സെറ്റാക്കി തരും, പ്ലാൻ പറഞ്ഞു തരും. അല്ലേ ഇതില് കൂലി എൻ്റെ സന്തോഷത്തിരിക്കുക. അങ്ങനെ നമ്മളെ സമയം പോകാൻ വേണ്ടി ഏതൊരു ഉറക്കം പോകാൻ വേണ്ടി നമ്മളേതോ പാർക്കിൽ KFCയുടെ റിവ്യൂ പറയാം. ക്ലാസിക് സിംഗർ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് തന്തൂരി ചിക്കൻ കിട്ടി. പിന്നെ സീനെന്ന് വെച്ചാൽ സിനിമ, എന്നൊക്കെ സിനിമയുടെ കഥ. അതെ, മിസ്റ്ററി ബർഗർ. ഒന്ന് ഓർഡർ ചെയ്തപ്പോൾ വേറെ സാധനം കിട്ടി. നമുക്ക് സിനിമയുടെ കണ്ടിട്ട് വീട്ടിൽ. നിനക്ക് സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ തമിഴ് സിനിമയുടെ ഫാനായി. നിനക്ക് എന്താണ് പറയാനുള്ളത്? രജനീനെ കൊന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത്ര ഇജാതി ഹൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ മരിക്കുമെന്ന് നമുക്ക് 100% എങ്കിലും മരിക്കത്തില്ല. ഇതായിരിക്കും ഒറ്റ മൈന എല്ലാവരും കണ്ടല്ലോ. ഒരു മൈനെ കാണിച്ചു കൊടുത്താൽ മതി, എല്ലാവർക്കും ഒറ്റ മൈനെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടത്തെ എക്സ്പോസ് ചെയ്താരാ? എന്തോ ഇവിടുത്തെ 18+ ആവടാ, കപ്പിൾസ് ഒക്കെ ഇരിക്കട്ടെ. നിനക്കൊന്നും എന്തോ സ്വഭാവം നോക്ക്. സബ്സ്ക്രൈബേഴ്സ് വെള്ളം കൊണ്ട് തരൂ. ദാഹിച്ചു വറ്റാറായി. ഏതൊരു കാട്ടിന്റെ നടുക്ക് കൊണ്ട് ഇരുത്തി ഇതില് ബിദുലിന്റെ കൂട്ടുകാരും കൂടി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അതെ, രാത്രിയാണ് ബിദുല് ഫ്രണ്ടിനെ കാണാൻ വരുന്നതെന്നവിടെ പറയുന്നത്. ഒന്നുമില്ല,